നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. അങ്ങനെ അമേരിക്ക അങ്ങ് ഭീഷണിപ്പെടുത്തിയാൽ പേടിച്ചരണ്ട് കാൽച്ചുവട്ടിൽ വന്നു കിടക്കുന്ന രാജ്യമൊന്നുമല്ല ഇറാൻ. ഈ വിരട്ടൊക്കെ നാലായി മടക്കി ട്രംപ് അങ്ങ് പോക്കറ്റിലിട്ടേക്കണം. ആണവ കരാറുമായി ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് അമേരിക്ക രംഗത്ത് വന്നതോടുകൂടി ഇതായിരുന്നു ഇറാന്റെ ഖമനേയിയുടെ മറുപടി. എന്നാൽ പിന്നീട് ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുകയായിരുന്നു. എന്തായിരുന്നു പെട്ടെന്ന് ഈ ഒരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകാനുണ്ടായ കാരണം എന്നുള്ളതാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. അതിൻ്റെ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് അമേരിക്കയിൽ നിന്നൊരു ആക്രമണം ഉണ്ടാകും എന്ന് വ്യക്തമായ ഘട്ടത്തിൽ ആയത്തുള്ള അലി ഖമനേയിയും കുടുംബവും ടണലിലേക്ക് ഒളിവിൽ പോയിരുന്നു. അതായത് അമേരിക്കൻ ആക്രമണം ഭയപ്പെട്ട് പരമോന്നത നേതാവ് ഒളിച്ചോടി എന്നായിരുന്നു വലിയ പരിഹാസം വന്നത്. എന്നാൽ ഖമനേയി ഒളിച്ച തുരങ്കം അത് അമേരിക്ക കണ്ടെത്തിയെന്നും അതിന് മുകളിലൂടെ ആ തുരങ്കത്തിന് മുകളിലൂടെ അമേരിക്കൻ പോർ വിമാനങ്ങൾ ബോംബർ വിമാനങ്ങൾ ചീറിയെന്നുമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ചർച്ചയ്ക്ക് തയ്യാറായി ഖമനേയി രംഗത്തേക്ക് വന്നത്, തൻ്റെ ദൂതനെ ചർച്ചയ്ക്ക് അയച്ചിരിക്കുന്നതും. അതായത് ഇറാൻ ഭയപ്പെട്ടു തുടങ്ങി എന്നാണ് ഇപ്പോൾ ഒരു ചർച്ച വരുന്നത്. പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമനേയി സ്വന്തം ജീവൻ ആപത്ത് വന്നു എന്ന ഘട്ടത്തിൽ മാളത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ചർച്ചയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ എത്തിയേക്കാമെന്ന് പറഞ്ഞു എന്നാണ് ട്രംപും കൂട്ടരും പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. ഒരു വഴിക്കൂടെ ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരു വഴിക്കൂടെ ഖമനേയിയെ പരിഹസിച്ചുകൊണ്ട് ട്രംപും കൂട്ടരും നിൽക്കുന്നത്. ഇറാനുമായി US സജീവ ചർച്ചകളിൽ തന്നെയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അറബിക്കടലിൽ ഇറാനിയൻ ഡ്രോൺ US വിമാനവാഹിനി കപ്പൽ വെടിവെച്ച് വീഴ്ത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. മുൻപ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ പോലെയുള്ള മറ്റൊരു സൈനിക നടപടി ഒഴിവാക്കാൻ ഇറാൻ താൽപ്പര്യപ്പെടുന്നതായും പക്ഷേ ചർച്ചകൾ വേണമെന്നും ട്രംപ് വ്യക്തമാക്കി. ചൊവ്വാഴ്ച തങ്ങളുടെ വിമാനവാഹിനി കപ്പലിന് നേരെ ആക്രമണ ലക്ഷ്യത്തോടെ വന്ന ഇറാനിയൻ ഡ്രോൺ US വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന വെളിപ്പെടുത്തലുമായിട്ട് ട്രംപ് രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഓവൽ ഓഫീസിൽ നടന്ന ഒരു പരിപാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴായിരുന്നു ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ. ചർച്ചകൾ നടക്കുകയാണ്, എന്തെങ്കിലും നടക്കുമോ എന്ന് നമുക്ക് നോക്കാം. കുറച്ചു നാളുകൾക്ക് മുൻപ് അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം ലഭിച്ചിരുന്നു, അത് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ മിഡ്നൈറ്റ് ഹാമർ ചെയ്തു. അത് വീണ്ടും സംഭവിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷേ അവർക്ക് ചർച്ചകൾ നടത്തണം. ഞങ്ങൾ ഇപ്പോൾ അവരുമായി ചർച്ചകൾ നടത്തുകയാണെന്നും ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന് നേരെ ആക്രമണ ലക്ഷ്യത്തോടെ വന്ന ഇറാനിയൻ ഷാഹിദ് 139 ഡ്രോണാണ് F-35C യുദ്ധവിമാനം ഉപയോഗിച്ച് US തകർത്തത്. വിമാനവാഹിനി കപ്പലിനെയും കപ്പലിലെ സൈനിക ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുന്നതിനാണ് ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയതെന്ന് US സൈനിക വക്താവ് ടിം ഹോക്കിൻസ് പറഞ്ഞിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഹോർമുസ് കടലിടുക്കിൽ 2 ഇറാനിയൻ ഗൺ ബോട്ടുകളും ഒരു മൊഹാജർ ഡ്രോണും US പതാകയുള്ള ഒരു ടാങ്കറിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും US സേന ഇടപെട്ട് കപ്പൽ പിടിച്ചെടുക്കുമെന്ന് റേഡിയോയിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും ഹോക്കിൻസ് പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി ന്യായവും നീതിയുക്തവുമായ ചർച്ചകൾ നടത്താൻ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രിയോട് നിർദ്ദേശിച്ചതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ പറഞ്ഞു. US നാവികസേന ഉൾപ്പെട്ട ഡ്രോൺ സംഭവമുണ്ടായിരുന്നിട്ടും ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഈ ആഴ്ച അവസാനം തുർക്കിയിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരെ കാണാൻ പദ്ധതിയിട്ടിരുന്നതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കടുത്ത നയതന്ത്ര പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയുമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ സമ്മതം മൂളിയത് അമേരിക്കൻ ആക്രമണ ഭയത്തിലാണ് എന്ന് ഖമനേയിക്ക് നേരെ പരിഹാസം ശക്തമാകുകയാണ്. ഇരുവരും തമ്മിൽ നടക്കുന്ന ചർച്ചയിൽ ഗൾഫ് മേഖലയിൽ ഉരുണ്ടുകൂടിയ യുദ്ധഭീതിക്കാണ് താൽക്കാലിക ആശ്വാസമുണ്ടാകുന്നത് എന്നാണ് ലോകരാജ്യങ്ങളും വിലയിരുത്തുന്നത്. ചർച്ചകളെ പ്രതീക്ഷയോടെയാണ് ഇറാൻ നോക്കിക്കാണുന്നത്. അമേരിക്കയുമായുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിവിധ നയതന്ത്ര മാർഗങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയുമായി സംഘർഷം ഒഴിവാക്കാൻ നയതന്ത്ര തലത്തിൽ ശ്രമം തുടരുന്നതായി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സൈനിക നടപടികളിൽ നിന്ന് അമേരിക്കയും ഇറാനും പിന്നോട്ടു പോകുന്നതിനെ പ്രതീക്ഷയോടെയാണ് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത്. ആദ്യം പശ്ചിമേഷ്യയിലേക്ക് സൈന്യത്തെ വിന്യസിച്ച് ഇറാനെ സമ്മർദ്ദത്തിലാക്കിയ ശേഷം ട്രംപ് ആവശ്യപ്പെട്ടതും ആണവ കരാറിൽ ചർച്ച തുടരണമെന്നാണ്. ഇതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ
അനൌദ്യോഗികമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായിയും വ്യക്തമാക്കിയിരുന്നു. സൗദി, ഈജിപ്ത്, തുർക്കി രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചർച്ച നടത്തുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ അമേരിക്കയുമായി ആണവ ചർച്ച തുടരാൻ നിർദ്ദേശം നൽകിയതെന്നാണ് വിവരങ്ങൾ. ഇതിനായി പെസഷ്ക്യാൻ നേരിട്ട് അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ കാണുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇക്കാര്യം ഇറാനോ അമേരിക്കയോ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്നും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുമാണ് ട്രംപിന്റെ പ്രധാന ആവശ്യം. ഇറാനിലെ ഇസ്ഫഹാൻ, നതാൻസ് ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും നേരത്തെ നടത്തിയ വ്യോമാക്രമണങ്ങളെ തുടർന്ന് അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതായിട്ടാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാകുന്നത്. രാജ്യത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നാണയപ്പെരുപ്പവുമാണ് ഇറാനെ ചർച്ചകളിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകമെന്നാണ് വിലയിരുത്തൽ. ഉപരോധങ്ങൾ മൂലമുള്ള സാമ്പത്തിക തകർച്ച ഇറാനിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതേസമയം അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കം നടത്തിയാൽ തിരിച്ചടിക്കുമെന്നും ഇസ്രയേലിനെ ലക്ഷ്യം വെക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കി. ഇറാനിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നും പുതിയ നേതൃത്വം വരേണ്ട സമയമായെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാദിക്കുന്നത്. ഇറാനിലെ പരമാധികാര നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ദീർഘകാല ഭരണത്തിന് അറുതി വരുത്തണമെന്നതാണ് ട്രംപിന്റെ തീരുമാനം. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന ഖമനേയിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ കടുത്ത പ്രതികരണം. ഇറാനിലെ പ്രക്ഷോഭങ്ങളിൽ ഉണ്ടായ മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ഉത്തരവാദി അമേരിക്കൻ പ്രസിഡന്റാണെന്ന് ഖമനേയി നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിനെതിരെ പ്രതികരിക്കവേ ഇറാനിലെ ഭരണാധികാരികൾ ഭയവും ബലപ്രയോഗവും ഉപയോഗിച്ചാണ് ഭരിക്കുന്നതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഇറാനിലെ ജനങ്ങളെ അടിച്ചമർത്തുന്നതിന് പകരം അവരെ നേരാംവണ്ണം ഭരിക്കാനാണ് ഖമനേയി ശ്രമിക്കേണ്ടതെന്നും ട്രംപ് പറഞ്ഞിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ ഇറാൻ ഭരണകൂടം നടത്തുന്ന അടിച്ചമർത്തലുകളെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇറാനിലെ ഗതികൾ കണക്കിലെടുത്ത് സൈനിക നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് ആവർത്തിച്ചു. ഇറാൻ ജനത പ്രതിഷേധം തുടരണമെന്നും സഹായം ഉടനെത്തുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അതേസമയം ആണവ വിഷയത്തിൽ മാത്രമായി ചർച്ച പരിമിതപ്പെടുത്തണം എന്ന ഉപാധിയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ ബലികഴിച്ചുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ലെന്നും മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഇറാൻ അമേരിക്കയെ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. മേഖലയിൽ ഒരു യുദ്ധം ഒഴിവാക്കാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ മധ്യേഷ്യയിലാകെ യുദ്ധം പടരുമെന്ന് കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞിരുന്നു. നയതന്ത്ര ശ്രമങ്ങളിലൂടെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ വിവിധ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കഴിഞ്ഞ ആഴ്ച തുർക്കി, ഈജിപ്ഷ്യൻ, സൗദി പ്രതിനിധികളെ കണ്ടിരുന്നു. സാമ്പത്തിക ഞെരുക്കത്തെ തുടർന്ന് ജനുവരി ആദ്യം ആരംഭിച്ച പ്രക്ഷോഭങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാന് മുന്നിൽ വലിയ പ്രതിസന്ധികളാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഒരു ചർച്ചയ്ക്ക് ഇറാൻ ഇപ്പോൾ തയ്യാറാകുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.